നമസ്കാരം. മലയാളിയുടെ സർഗാത്മകതയുടെ ഒരു വംശവൃക്ഷത്തിന് മുമ്പിലാണ് ഞാൻ ഇരിക്കുന്നത്. വാസ്തവത്തിൽ എനിക്ക് എൻ്റെ തൊണ്ട വരളുന്നുണ്ട് സംസാരിക്കുമ്പോൾ. വളരെ നന്ദി ഈ പരിപാടിയിലേക്ക് അങ്ങയുടെ സാന്നിധ്യം കിട്ടിയതിൽ. മലയാളത്തിലൊരു മാധ്യമം വാർത്താ ചാനലൊക്കെ തുടങ്ങിയിട്ടൊരു 10-14 വർഷം കഴിയുന്നു. അതിനകത്ത് ആ ശ്രേണിയിലേക്കൊരു ചാനൽ കൂടി വരികയാണ്. മീഡിയ എന്ന നിലയ്ക്ക് അതിൻ്റെ എല്ലാ സാധ്യതകളും അങ്ങേയറ്റം ഉപയോഗിക്കുകയും മലയാളിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് അങ്ങ്. വാർത്തയുടെ ഈ സാന്നിധ്യത്തെ അല്ലെങ്കിൽ പുതിയൊരു പരീക്ഷണത്തെ എങ്ങനെ കാണുന്നു അങ്ങ്? ഇപ്പോൾ പുതിയ ചാനലുകൾ പുതിയതുണ്ടാകുന്നു, പുതിയ പത്രങ്ങളുണ്ടാകുന്നത് പോലെ തന്നെ അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആത്യന്തികമായിട്ട് ഇതിനൊക്കെ ഒരു ലക്ഷ്യം വേണം. അതിപ്പോൾ പ്രിൻ്റഡ് മീഡിയ ആയാലും ശരി, വിഷ്വൽ മീഡിയ ആയാലും ശരി, എന്തിനു വേണ്ടി വെറുതെ നമ്മൾ ഒച്ചപ്പാടുണ്ടാക്കി ആളുകളിൽ ഒരു കൗതുകം വളർത്തി 2-3 ദിവസം കഴിയുമ്പോഴേക്ക് അത് മാഞ്ഞു പോകുന്നു. അതിനപ്പുറത്തേക്ക് ഈ മാധ്യമങ്ങൾക്ക് അച്ചടിയായാലും വിഷ്വലായാലും ഒരു ആത്യന്തിക ലക്ഷ്യം എന്ന് ഞാൻ എപ്പോഴും കാണുന്നത് ഒരു സത്യാന്വേഷണമാണ്. സത്യം തേടിയിട്ടുള്ളൊരു യാത്രയാണ്. അത് പ്രിൻ്റായിക്കോട്ടെ വിഷ്വലായിക്കോട്ടെ, സത്യം എവിടെയോ ഉണ്ട്, അതിനടുത്ത് എത്തിച്ചേരുക എന്നുള്ളതൊരു പ്രധാന കാര്യം. അത് സാധാരണ പലർക്കും അത് സാധിക്കുന്നില്ല. പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ വായനക്കാർക്ക് അവർക്ക് തന്നെ സംശയമൊക്കെ തോന്നുന്നു. അതിനപ്പുറത്തേക്ക് ഇതാണ് സത്യം, സത്യത്തിനടുത്തേക്കുള്ളൊരു യാത്രയാണ് ഇത് എന്ന് അവർക്കൊരു തോന്നലുണ്ടാകുക. വായനക്കാർക്ക്, പ്രേക്ഷകർക്ക് അതായിരിക്കണം ഇത്തരത്തിലുള്ള മാധ്യമങ്ങളുടെയൊക്കെയും ഉള്ളിലുള്ള ഒരു തത്വം. അതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് പുതിയ സംരംഭങ്ങൾ വരുമ്പോൾ സംശയത്തോടു കൂടിയിട്ടല്ല, പ്രതീക്ഷയോടുകൂടി നോക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പത്രാധിപർ, എഴുത്തുകാരൻ, തിരക്കഥാകൃത്ത്, സംവിധായകൻ, ഇങ്ങനെ മലയാളിക്ക് ഈ മേഖലയുമായി പരിചയമുള്ള എല്ലാ മേഖലയിലൂടെയും കടന്നുപോയി. അതിനകത്ത് ഏതൊക്കെ മേഖലയിൽ അവൻ്റെ ഉള്ളിലുള്ള ആ സ്വത്വത്തെ തൊടാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങേയറ്റം മാന്യത ആ മേഖലയ്ക്കെല്ലാം അങ്ങയുടെ സാന്നിധ്യം കൊണ്ടുണ്ടാവുകയും ചെയ്തു. ഇത് പരിപൂർണ അർത്ഥത്തിൽ ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ പ്രതിഫലിപ്പിക്കാൻ കേരളീയ സമൂഹത്തോട് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ വാസ്തവത്തിൽ? അതിപ്പോൾ ലക്ഷ്യം അതായിരിക്കും. മുഴുവൻ അതിൽ വിജയിച്ചോ എന്നുള്ളത് വരില്ല. പക്ഷെ ലക്ഷ്യം അതായിരിക്കണം. നമ്മൾ ജീവിതത്തെ വിശകലനം ചെയ്യുന്നു. ഇപ്പോൾ എഴുത്താന്നുണ്ടെങ്കിൽ ജീവിതത്തെ വിശകലനം ചെയ്യുകയാണ്, സമകാലീന അവസ്ഥകളെ വിശകലനം ചെയ്യുകയാണ്, സമൂഹത്തെ വിശകലനം ചെയ്യുകയാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ എല്ലാ മാധ്യമങ്ങളുടെയും ഒരു കർത്തവ്യം. എവിടെയോ ഉള്ള ആ പരമമായൊരു സത്യം, അത് വേദാന്തത്തിൻ്റെ അർത്ഥത്തിലല്ല, സാധാരണ മനുഷ്യർ കാണുന്ന ഒരു സത്യമുണ്ടല്ലോ, ഇതായിരിക്കണം സത്യം, ഇതാണ് സത്യം, അതിലേക്ക് എത്തിച്ചേരും. അതായിരിക്കണം എല്ലാ മാധ്യമങ്ങളുടെയും ലക്ഷ്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിപ്പോൾ എഴുത്തിൻ്റെ ബാധകമാണ്, ബാക്കിയുള്ള എല്ലാറ്റിലും ബാധകമാണ്. ജീവിതത്തെ ഒന്ന് അപഗ്രഥിക്കുക, അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുക, മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുക, അതാണ് എല്ലാവരുടെയും ലക്ഷ്യം. ഞാനടക്കമുള്ള ആളുകൾ നമ്മൾ വിജയിച്ചില്ല എന്നുള്ളതല്ല, ലക്ഷ്യം അതായിരിക്കും. അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ശ്രമം അവസാനിക്കുന്നില്ല, ഇത് കഴിഞ്ഞു ഇല്ല. അതിനപ്പുറത്ത് വെച്ചാൽ ഇത് ചക്രവാളം പോലെയാണ്, നമ്മളെത്തുമ്പോൾ പിന്നെയും അകലത്തേക്ക് പോകുന്നു. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് എത്താനുള്ളൊരു സംരംഭമാണ് എഴുത്തിലും എല്ലാറ്റിലും. അതാണ് ഞാൻ കാണുന്നത്. നന്നേ ചെറുപ്പത്തിൽ അതിൻ്റെ ആ ശ്രമം ആരംഭിച്ചൊരു വ്യക്തിയാണ്. അതിനകത്ത് അടുത്തിരിക്കുമ്പോൾ മനസ്സുകൊണ്ട് ഭൂഖണ്ഡാന്തരങ്ങളിലൂടെ സഞ്ചരിക്കുക, മറ്റുള്ള വ്യക്തികളുടെ മനസ്സറിയാൻ ശ്രമിക്കുക, അവിടെയാണല്ലോ കഥാപാത്രങ്ങൾ പിറവിയെടുക്കുന്നത്. ഇതിന് ഈ സമയങ്ങളിലെല്ലാം, ഈ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾക്കിടയിലെല്ലാം പ്രചോദിപ്പിച്ചത് ഈ അന്വേഷണം തന്നെയാണോ? അങ്ങേ അന്വേഷണം തന്നെ. അതിനു മുമ്പ് നമ്മൾ വായിച്ചിട്ടുണ്ടാവും, നമ്മളെ ആകർഷിച്ചിട്ടുള്ള കൃതികളുണ്ടാവും. അവരെ പോലെ എഴുതുക എന്നുള്ളതല്ല,
അവരൊക്കെ ചെയ്തതുപോലെ എനിക്കും ചെയ്യാൻ കഴിയണമേ എന്ന ഒരു നിഗൂഢമായ നിശബ്ദമായ പ്രാർത്ഥന മനസ്സിലുണ്ട് ആ എഴുതി കൊണ്ടിരിക്കുമ്പോൾ. നമ്മളൊരു കുട്ടിക്കാലത്ത് എഴുതുമ്പോൾ നമ്മൾ ആരോടൊരു പ്രാർത്ഥന, ഇതാ ഇവിടെ ഒരു പയ്യൻ എന്തൊക്കെയോ ചിലത് ആലോചിച്ചു കൊണ്ടിരിക്കുന്നു, എന്തൊക്കെയോ ചിലത് എഴുതാൻ ശ്രമിക്കുന്നു, ഞാനിവിടെ ഉണ്ട്, ഞാൻ ഈ പയ്യൻ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു നിഗൂഢമായ പ്രാർത്ഥനയുണ്ട്. അപ്പം അത് കുറേ കഴിയുമ്പോഴേക്ക് അതെവിടെയോ കുട്ടികൾ കടലാസ് വഞ്ചി ഇട്ട് വരിച്ചാലിൽ വെള്ളത്തിൽ കളിക്കുന്നത് പോലെ ചിലതൊക്കെ കുറേ കൂടി അങ്ങോട്ട് പോവും, ചിലത് വഴിക്ക് മുങ്ങിപ്പോവും. പക്ഷെ കുറേ എത്തിക്കഴിയുമ്പോൾ പിന്നെ ഈ ലോകം ആരോടോ നമ്മൾ നിശബ്ദമായി പറഞ്ഞുവല്ലോ, അത് ഇങ്ങോട്ട് ചോദിക്കാൻ, ശരി ഞാൻ മനസ്സിലാക്കുന്നു നിനക്കെന്ത് പറയാനുണ്ട് എന്ന് നിശബ്ദമായൊരു ചോദ്യം നമ്മളോട് ചോദിക്കും. അപ്പോഴാണ് നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുന്നത്, എഴുത്തിൻ്റെ ഉത്തരവാദിത്വം വർദ്ധിക്കുന്നു. ശരി ഞാൻ കഥ എഴുതുന്നു, ശരി സമ്മതിച്ചു നീ കഥ എഴുതുന്നു, എന്തിന്, ആർക്കു വേണ്ടി എന്നുള്ളൊരു നിശബ്ദമായ ചോദ്യം എവിടെ നിന്നോ ഉണ്ട്. ചെറുപറാന്ന് ആദ്യം എഴുതിക്കൊണ്ടിരിക്കുന്ന നമ്മൾ തന്നെ കുറേ കഴിയുമ്പോഴേക്ക് അത് വേണ്ട അത് വേണ്ട പലതും ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നത് ഈ ഉത്തരവാദിത്വം വർദ്ധിക്കുമ്പോഴാണ്. അത് കഥകളിലൂടെ ആണെങ്കിലും അങ്ങയുടെ നോവലുകളിലൂടെ ആണെങ്കിലും ചലച്ചിത്രങ്ങളിലൂടെ ആണെങ്കിലും ഒക്കെ ഒരു മലയാളിക്ക് ഈ ഭാഷ കൊണ്ട് എത്രമേൽ സൗന്ദര്യാത്മകമായി, എത്രമേൽ ആധികാരികമായി, എത്രമേൽ നിശബ്ദമായി പറയാമോ അതിൻ്റെ എല്ലാം അങ്ങേയറ്റം ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത്രമേൽ ശക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഈ ഭാഷയ്ക്ക് എത്ര ശക്തിയുണ്ടോ, എത്ര സൗന്ദര്യമുണ്ടോ അതെല്ലാം ഉപയോഗിച്ചൊരു വ്യക്തിയാണ്. ഈ കഥാപാത്ര സൃഷ്ടികൾ എപ്പോഴും കടന്നു പോകുന്നതും ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളിലും അത് വന്നേ സാധിക്കൂ, അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്ക് ഇനി അതും കൊണ്ട് നടക്കാൻ സാധിക്കില്ല എന്ന വേളകളിലാണോ ഈ സൃഷ്ടികളെല്ലാം പിറവി കൊള്ളുന്നത്? അത്തരത്തിലുള്ള അന്വേഷണത്തിലും ഏകാന്തതയിലും ഒക്കെ തന്നെയാണോ? അന്വേഷണത്തിൽ, നിരീക്ഷണത്തിൽ നമ്മൾ വഴിക്ക് പോകുന്ന കാണുന്ന പലതും ഒരു സാധാരണക്കാരൻ കാണുന്ന ഒന്നുണ്ട്. ഒരു ദുരന്തം കണ്ടു, അയ്യോ കഷ്ടമായിപ്പോയി, കടന്നു പോകുന്നു, പിന്നീട് അത് അയാളുടെ മനസ്സിൽ നിന്നു എന്ന് വരില്ല. പക്ഷേ ഒരു എഴുത്തുകാരൻ എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എഴുത്തുകാരിയെ സംബന്ധിച്ച് കടന്നു പോകുമ്പോൾ ഈ കണ്ടത് അവിടെ നിൽക്കുന്നു, പിന്നെയും അതൊരു ശല്യപ്പെടുത്തിക്കൊണ്ട്, വേദനിപ്പിച്ചുകൊണ്ട്, മനസ്സിൽ ചില ചോദ്യങ്ങൾ ചോദിപ്പിച്ചുകൊണ്ട് അത് നിൽക്കുന്നു. അപ്പോൾ അതിലേക്ക് വീണ്ടും നമ്മൾ തിരിച്ചു വരുന്നു. അത് നമ്മൾ ആദ്യത്തെ ഒരു ഇതിൽ കണ്ടത് മാറ്റി നിർത്താൻ പറ്റാത്ത നിലയിൽ നമ്മുടെ മനസ്സിൽ പലതും അടിഞ്ഞുകൂടും. അതാണ് പിന്നീട് മുമ്പെപ്പോഴോ ആലോചിച്ചതാവും, വർഷങ്ങൾക്ക് ശേഷമാവും അതിലേക്ക് തിരിച്ചു വരുന്നത്. ഇതിപ്പോൾ കുട്ടികൾ പല സാധനങ്ങളും വഴിക്കുന്ന് പെറുക്കിയെടുക്കും, നമുക്ക് തോന്നുന്നത് എന്തിനാണെന്നുള്ളത്. ടോയ്സ് പറഞ്ഞിട്ടൊരു കവിത തന്നെയുണ്ട്, അതിമനോഹരമായ ഒരു കവിത, ഇപ്പോൾ ഓതറുടെ പേര് ഓർമ്മയില്ല. അമ്മയില്ലാത്ത കുട്ടിയാണ്, ഈ കുട്ടിയെ വളരെ ലാളിച്ചിട്ടാണ് അച്ഛൻ വളർത്തുന്നത്. പക്ഷെ ഒരിക്കൽ എന്തോ ഒരു കാര്യത്തിന് ഈ കുട്ടിയെ ശാസിക്കേണ്ടി വന്നു. അപ്പോൾ കുട്ടി ഏങ്ങിക്കൊണ്ട് മുഴുവൻ ഭക്ഷണം കഴിക്കാതെ പോയി കിടന്നു. കുറേ കഴിഞ്ഞപ്പോൾ അച്ഛനൊരു ദുഃഖം തോന്നി, ഒരു വിഷമം തോന്നി. ഞാൻ അങ്ങനെ അത്രയും ഒരു പരുഷമായി സംസാരിക്കണ്ടേ. അച്ഛൻ ഈ ഉറങ്ങുന്ന കുട്ടിയുടെ മുറിയിൽ ചെന്ന് നോക്കിയപ്പോൾ ഇവൻ്റെ കളിക്കോപ്പുകൾ സൂക്ഷിച്ചൊരു സ്ഥലം കണ്ടു. ഇത് പതുക്കെ ശബ്ദമില്ലാതെ തുറന്നു നോക്കിയപ്പോൾ വഴിക്ക് കിട്ടിയ ഒരു ലാടത്തിൻ്റെ കഷ്ണം, ഒരു വളപ്പൊട്ട്, ഒരു ചങ്ങലയുടെ കഷ്ണം, ഒരു ആണി. ഇത് സാധാരണഗതിയിൽ ഒരു കളിക്കോപ്പേ അല്ല. അപ്പോഴീ അച്ഛൻ മനസ്സിലാക്കുന്നു, എൻ്റെ ചിന്ത, ഞാനൊരു മുതിർന്ന ആളാണ്, ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിലെല്ലാറ്റിലും എന്തോ ഒരു കൗതുകമുണ്ട്, അതാണ് ഇത്രയും ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവന് എനിക്ക് തെറ്റാന്ന് തോന്നിയത് അവന് തെറ്റായി തോന്നില്ല. അതേപോലെ തന്നെയാണ് നമ്മൾ പലതും കണ്ടെടുക്കുന്നു ഈ ജീവിതയാത്രക്കിടയിൽ, അപ്പോൾ സൂക്ഷിച്ചു വയ്ക്കുന്നു. പിന്നീട് അത് ഇടയ്ക്ക് പുറത്തേക്ക് എടുത്തിട്ട് നോക്കുമ്പോൾ ഇതിലൊരു കൗതുകമുണ്ട്, ഇതിലെന്തോ ഒരു അംശമുണ്ട്, ഇതിലെന്തോ ഒരു ജീവിത ഗന്ധമുണ്ട്, ഇതിലെന്തോ ഒരു ചോദ്യമുണ്ട് എന്നൊക്കെ തോന്നുമ്പോഴാണ് അതിനെ വെച്ചുകൊണ്ട് ഒരു കഥ ഉണ്ടാകുന്നതോ ഒരു കവിത ഉണ്ടാകുന്നതോ എഴുത്തുണ്ടാകുന്നത്.